ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു നേഴ്സ് എന്ന നിലയിൽ ആശുപത്രിയിൽ ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്ന ഒരു പ്രധാന പരാതിയാണ് കുഞ്ഞിന് തൂക്കം കൂടുന്നില്ല എന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യകരമായ വളർച്ചയെക്കുറിച്ചാണ്. ജനന സമയത്തെ തൂക്കം, അതായത് സാധാരണ ഒരു കുഞ്ഞിന് 2.5 കിലോ മുതൽ 3.5 കിലോ വരെ തൂക്കം ഉണ്ടാകണം. 2.5 കിലോയിൽ കുറവുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ലോ ബർത്ത് വെയ്റ്റ് ബേബീസ് എന്ന് പറയും. ജനിച്ച ഉടനെ കുഞ്ഞിൻ്റെ തൂക്കം കുറഞ്ഞാൽ അമ്മമാർ പേടിക്കാറുണ്ട്. എന്നാൽ ആദ്യത്തെ 7 ദിവസം മുതൽ 10 ദിവസത്തിനുള്ളിൽ കുഞ്ഞിൻ്റെ തൂക്കം 10% വരെ കുറയാൻ സാധ്യതയുണ്ട്. ഇത് ശരീരത്തിലെ അധിക ജലാംശം പോകുന്നത് കൊണ്ടാണ്. 10 ദിവസത്തിന് ശേഷം കുഞ്ഞ് പഴയ തൂക്കത്തിലേക്ക് തിരിച്ചു വരും. ആദ്യത്തെ 3 മാസം കുഞ്ഞ് ദിവസവും 25 മുതൽ 30 ഗ്രാം തൂക്കം വയ്ക്കണം. ഇത് 1 വയസ്സാകുമ്പോൾ ജനന സമയത്തെ തൂക്കത്തിൻ്റെ 3 ഇരട്ടിയായി വളരണം. ഡ്യൂട്ടി സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. കുഞ്ഞ് കരയുമ്പോൾ അമ്മമാർ പെട്ടെന്ന് ഒരു വശത്ത് നിന്ന് പാല് കൊടുക്കും. കുഞ്ഞ് ഒന്ന് കരച്ചിൽ നിർത്തിയാൽ ഉടനെ അടുത്ത വശത്തേക്ക് മാറ്റും. ഇത് വലിയൊരു തെറ്റാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു സയൻസ് കൂടിയുണ്ട്. ആദ്യം വരുന്ന പാലിൽ വെള്ളമാണ് കൂടുതൽ, ഫോർ മിൽക്ക്. മുലയൂട്ടലിൻ്റെ തുടക്കത്തിൽ വരുന്ന പാലാണിത്. ഇതിൽ വെള്ളവും പഞ്ചസാരയും കൂടുതലാണ്. ഇത് കുഞ്ഞിൻ്റെ ദാഹം മാറ്റുന്നു. എന്നാൽ തൂക്കം കൂടാൻ ഇത് മാത്രം പോരാ. കുഞ്ഞ് കുറച്ച് സമയം പാൽ കുടിച്ചു കഴിഞ്ഞാൽ വരുന്ന കട്ടിയുള്ള പാലാണ് ഹിൻഡ് മിൽക്ക് എന്ന് പറയുന്നത്. ഇതിൽ കൊഴുപ്പ്, അതായത് ഫാറ്റ് കൂടുതലായതിനാൽ കുഞ്ഞിൻ്റെ ശരീരപുഷ്ടിക്കും ബുദ്ധിവികാസത്തിനും ഇത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒരു വശത്തെ പാൽ പൂർണ്ണമായും തീരുന്നത് വരെ അടുത്ത വശത്തേക്ക് കുഞ്ഞിനെ മാറ്റരുത്. അല്ലെങ്കിൽ കുഞ്ഞിന് കൊഴുപ്പുള്ള ഹിൻഡ് മിൽക്ക് കിട്ടില്ല. ഇത് തൂക്കം കുറയാൻ കാരണമാകും. മുലക്കണ്ണിന് ചുറ്റുമുള്ള കറുത്ത ഭാഗം കുഞ്ഞ് ശരിയായി വായ്ക്കുള്ളിലാക്കി എന്ന് ഉറപ്പാക്കണം. എങ്കിൽ മാത്രമേ പാൽ ശരിയായ അളവിൽ കുഞ്ഞിന് ലഭിക്കുകയുള്ളൂ. മുലയൂട്ടൽ വെറും ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല, അത് കുഞ്ഞിൻ്റെ തൂക്കം വർദ്ധിപ്പിക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൂടിയാണെന്ന് നിങ്ങൾ ഓർക്കുക. അടുത്തതായി കങ്കാരു മദർ കെയറിനെ കുറിച്ച് സംസാരിക്കാം. തൂക്കം കുറഞ്ഞു ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഇൻക്യുബേറ്ററിൽ വയ്ക്കാറുണ്ട്. എന്നാൽ ഇതിനേക്കാൾ വേഗത്തിൽ തൂക്കം കൂടാൻ നമ്മൾ നിർദ്ദേശിക്കുന്നത് കങ്കാരു മദർ കെയർ ആണ്. KMC എന്ന് പറയും. കുഞ്ഞിൻ്റെ ശരീരം തണുത്തു പോയാൽ ആ ചൂട് വീണ്ടെടുക്കാൻ ശരീരം ഗ്ലൂക്കോസ് കരിച്ചു കളയും. കങ്കാരു മദർ കെയർ വഴി അമ്മയുടെ ചൂട് നേരിട്ട് ലഭിക്കുമ്പോൾ കുഞ്ഞിന് ഈ ഊർജം ലാഭിക്കാം. ആ ലാഭിക്കുന്ന ഊർജമാണ് തൂക്കം കൂടാൻ സഹായിക്കുന്നത്. ഇതിന് വേറെയും ഗുണങ്ങളുണ്ട്. കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാക്കാനും അമ്മയ്ക്ക് കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കാനും KMC സഹായിക്കുന്നു. ദിവസവും 2 മുതൽ 3 മണിക്കൂർ വരെ KMC ചെയ്യുന്ന കുട്ടികളിൽ വളരെ വേഗത്തിൽ തൂക്കം കൂടുന്നത് കാണാം. ദഹനം നന്നായി നടന്നാൽ കുഞ്ഞിന് നന്നായി വിശക്കും, കൂടുതൽ പാൽ കുടിക്കും. സ്വാഭാവികമായും തൂക്കം കൂടുകയും ചെയ്യും. കുഞ്ഞുങ്ങൾ വളരുന്നത് ഉറക്കത്തിലാണ്. ആഴത്തിലുള്ള ഉറക്കത്തിൽ മാത്രമാണ് ഗ്രോത്ത് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. 6-ാം മാസം മുതൽ മുലപ്പാലിനൊപ്പം കുറുക്കുകൾ നൽകി തുടങ്ങാം. നേന്ത്രക്കായപ്പൊടി, റാഗി, ചോറുടച്ചത് എന്നിവ തൂക്കം കൂടാൻ സഹായിക്കുന്ന കലോറി കൂടിയ ഭക്ഷണങ്ങളാണ്. ശരിയായ ഉറക്കം ലഭിക്കുന്ന കുഞ്ഞുങ്ങളിൽ മെറ്റബോളിസം കൃത്യമായി നടക്കുകയും ആരോഗ്യകരമായ തൂക്കം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങളും ഉണ്ടാകാം. നിങ്ങൾ ഇതുവരെ എൻ്റെ വെയ്റ്റ് ഗെയിൻ വീഡിയോകൾക്ക് നൽകിയ വലിയ പിന്തുണയ്ക്ക് നന്ദി. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.